ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. അപ്പം നമ്മൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് കേട്ടോ തുടങ്ങുന്നത്. അതായത് ഹാനിക്ക് ഇന്നൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ഏതോ ക്ലാസ്സിലാണ് വിചാരിക്കില്ല. 1ാം ക്ലാസ് ആർക്കും ഇപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പം അവളെ സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് ഇന്ന് വണ്ടി ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്താപ്പൻ്റെ വീടിൻ്റെ അടുത്താണ് ഹാനിൻ്റെ സ്കൂളുള്ളത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഓളെ സ്കൂളിലിട്ട് ഞാൻ മൂത്താപ്പൻ്റെ അങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സെക്കീനപ്പത്തിരിയാണ് കേട്ടോ. അപ്പം സെക്കീന പത്തിരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ തന്നെ ഒരു സ്പെഷ്യലാണ്. ചിലപ്പോൾ ഈ പത്തിരി അറിയാൻ മതിയോ, ഈ പേര് പരിചയം ഉണ്ടാവില്ല അല്ലേ. ഇത് നല്ല ചൂടോടെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ ഞാൻ ബീഫ് കറിയും സെക്കീന പത്തിരിയാണ് കേട്ടോ കഴിക്കുന്നത്. എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റും ആണ്, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ആ ചൂടോടെ എങ്ങനെ ആ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ. അപ്പോൾ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോളിട്ടോ, ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് എന്തായാലും പറഞ്ഞു തന്നിരിക്കും. ഓക്കെ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോണ വരെ ഇവിടെ മഴ ഒന്നും ഇല്ലേനു, പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നല്ല മഴയായിരുന്നു. അങ്ങനെ ആ മഴ ഒന്ന് തുറന്നപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് പുറത്തിറങ്ങി. ഞാൻ എൻ്റെ മൂത്ത താത്തയും കൂടെ ആണ് കേട്ടോ പോയത്. ഞാൻ ആദ്യം മാത്തോടത്ത് പോയിട്ട് താത്തനെ എടുത്തിട്ട് നമ്മൾ ഫറൂഖിലേക്കാണ് പോയത്. അതായത് എൻ്റെ ഉമ്മൻ്റെ അമ്മോന് തീരെ വയ്യാതെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം മറ്റേ താത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാണാൻ. ഇപ്പം ഉമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഞാനും ഇത്താദ്യം പോയിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും ഇന്ന് എന്തായാലും പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാളും പോയി. ആക്കാക്ക എന്നാ പറയുക. ആക്കാക്കനൊക്കെ കണ്ടിട്ട് തിരിച്ച് പോരാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫറൂഖ് പാലത്തുമ്മക്കൂടാണ് തിരിച്ചു വരുന്നത്. അതായത് എനിക്ക് വീണ്ടും മാത്തോടത്തേക്ക് തിരിച്ചു പോകണം. താത്തനെ അവിടെ തന്നെ ഇറക്കണം. പിന്നെ അവിടെ ഒരു വയ്യാത്ത ആളുണ്ട്, ഉമ്മൻ്റെ അനിയത്തി. അപ്പോൾ ഓരോ ഒന്ന് കാണണം എന്നൊക്കെ ഉള്ളതിലാണ് ഇതിലെ തന്നെ വരുന്നത്. നമ്മളെ നവീകരിച്ച ഫറൂഖ് പാലത്തുമ്മക്കൂടാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ സിഗ്നലൊക്കെ വെച്ച കാരണം വലിയ പ്രശ്നമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യമൊക്കെ ബ്ലോക്കൊക്കെ ആവലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിലെ വന്ന് BC റോഡ് കൂടെ കയറി മാത്തോട്ടം എത്താന്നുള്ള പ്ലാനിലാണ് വന്നത്. ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു, പക്ഷെ എന്നാലും മഴ പെയ്യുന്നുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ BC റോഡൊക്കെ കടന്നപ്പുറത്ത് എത്തുമ്പോഴത്തേക്ക് നല്ല മഴ. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ ഒരു ചായക്കടയിൽ കയറിയിട്ട് പഴംപൊരി, നെയ്യപ്പം, പിന്നെ മഴയ്ക്ക് എപ്പോഴും കോമ്പിനേഷൻ നമ്മൾ പരിപ്പാടാണല്ലോ, അതും വാങ്ങി, ഒരു ഹോർലിക്സും വാങ്ങി. ആദ്യമൊന്നും ഞാൻ പുറത്തുനിന്ന് ഈ ചായ, ഹോർലിക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കില്ലായിരുന്നേ. ജ്യൂസും ലൈമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നേ. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ എത്താത്ത ചോദിച്ചു, എന്തായി അങ്ങനെ കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നില്ല. അപ്പം താത്ത പറഞ്ഞൊരു നഗ്നമായ സത്യം കൊണ്ടാണ് ഞാൻ അപ്പം ഈ ഹോർലിക്സ് കുടിക്കുന്നത്. അതായത് ഓള് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ അത് തിളപ്പിക്കുന്നുണ്ട് എന്നുള്ളതെങ്കിലും വിചാരിക്കാമല്ലോ, മറ്റേതൊക്കെ പച്ചവെള്ളത്തിലല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ആ സത്യം ഞാൻ മനസ്സിലാക്കി. അന്ന് മുതൽ ഞാൻ ചായക്കാണ് കുടിക്കാൻ ശ്രമിക്കാറ്. അങ്ങനെ അത് കഴിഞ്ഞ് മാത്തോടത്തുനിന്ന് ആ കാണാനുള്ള ആളെയും കണ്ടിട്ട് ഹാനിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ പോന്നു കഴിഞ്ഞ് ഹാനിക്ക് കരാട്ടെ ക്ലാസ് ഉണ്ടായിരുന്നു. കരാട്ടയ്ക്ക് പോയി കുറച്ച് ദിവസമായിട്ടുള്ള ജോയിൻ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഓളെ കൊണ്ട് വല്ലാണ്ട് സംഭവങ്ങളൊന്നും ചെയ്യിപ്പിക്കാറില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ എന്നുള്ളതിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ചെയ്യിപ്പിക്കാറുള്ളത്. ആൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് അല്ലേ തുടങ്ങിയിട്ടല്ലോ, അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ ആണെങ്കിൽ മാമിൻ്റെ ഭാഗത്തുനിന്ന് നല്ല കെയറിങ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ആയതുകൊണ്ട് അധികം അറിയാത്തതുകൊണ്ട്. അപ്പോൾ മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഫുള്ള് അങ്ങനെ തന്നെ എന്നുള്ളതിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. സ്കൂളിൽ LKG എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും നമുക്ക് ചില സാങ്കേതിക തകരാറുകൾ മൂലം ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പം പിന്നെ ഓളും കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ സ്കൂൾ വണ്ടി, അതായത് ബസ് കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഓൾ ഇറങ്ങി വീട്ടിലേക്ക് വന്നാളുണ്ട്. അപ്പോൾ ഒക്കെ ഒരു നായനെ കണ്ടാലൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം അതിനൊക്കെ ഒന്ന് മാറ്റാനുള്ള ഒരു ഉള്ളിലൊരു പവർ വരണം എന്നുള്ളതിലാണ് അവളിങ്ങനെ കരാട്ടയിൽ ചേർത്തിയത്. അതായത് ഓടാനെങ്കിലും ഒരു ഇത് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്കൊരു വൈകുന്നേരം ഒരു സൽക്കാരമുണ്ട് മാമൻ്റെ വീട്ടിൽ. മാമൻ്റെ മോൻ ജർമ്മനിയിൽ നിന്ന്, മാമൻ സൗദിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം പോകാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഒരുമിച്ച് കൂടലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പോയി. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ മാമൻ്റെ വീട്ടിലേക്കുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ലേറ്റായി. ബാക്കി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ക്വൈറ്റ് നാച്ചുറൽ, നമ്മൾ എവിടെ എത്തുമ്പോൾ അങ്ങനെ ലേറ്റായിട്ട് വരാം. പക്ഷെ ലേറ്റ് ആവുന്നാൽ ലേറ്റസ്റ്റ് ആതാ വരെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതിലാണ് കേട്ടോ. അപ്പം നല്ല എന്താ പറയുക, പൂള പുഴുങ്ങി വറവിട്ടതും നല്ല മത്തിമുളകിട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ പൂള അങ്ങോട്ടേക്ക് വികുന്നില്ല കേട്ടോ, കോരിയിട്ടിട്ട് ഭയങ്കര ഇങ്ങനെ എന്താ പറയുക ടൈറ്റായിട്ട് നിൽക്കുന്നത്. അടിച്ച് പൊളി നല്ല മത്തിമുളകിട്ടായിരുന്നു. പിന്നെ ചിക്കൻ ചുക്ക ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, മട്ടനിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി നെയ്ച്ചോറുണ്ടായിരുന്നു, മാമീൻ്റെ സ്പെഷ്യൽ നെയ്ച്ചോറുണ്ടായിരുന്നു. പിന്നെ നല്ല ഐക്കോറ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫോട്ടോസൊക്കെ വഴിയായിട്ട് വരും. അപ്പം പിന്നെ പൊറാട്ടി, ഇത്രയും സംഭവങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് നമ്മൾ അന്നത്തെ ഡിന്നർ ഉണ്ടായിരുന്നത്. നല്ലൊരു അടിപൊളി ഡിന്നറായിരുന്നു. ചിക്കൻ ചുക്ക അവിടെ ഇയാദ് ഉണ്ടാക്കിയതാണ് കേട്ടോ, ജർമ്മൻകാരൻ ഉണ്ടാക്കിയതാണ്.
നല്ലതായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കസ്റ്റഡ് ഉണ്ടായിരുന്നു, അവരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതൊക്കെ അതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഫ്രൂട്ട്സും ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കസ്റ്റഡ് എടുത്തു. പിന്നെ ഒരു നമ്മുടെ വായുതഞ്ഞ വരുമ്പോൾ ഇങ്ങോട്ടും എൻ്റെ അനിയത്തി വരുമ്പം ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഐസ്ക്രീമൊക്കെ അതിലിട്ടിട്ട് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് കുറേ നേരം നമ്മൾ മാമൻ്റെ കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ച് നല്ല ലേറ്റ് ആയിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് പോണത് കേട്ടോ. അപ്പം നല്ല രാത്രി നല്ല ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. നമുക്ക് അവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല, കുറച്ചങ്ങ് പോയാൽ മതിയല്ലോ. ബാക്കി എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റാണ് പോയത്. എപ്പോൾ ഇവിടെ വന്നാലും ഇങ്ങനെയാണ്, രാത്രിയാണ് വരണമെങ്കിൽ നല്ല ലേറ്റ് ആയിട്ടേ തിരിച്ചു പോകുള്ളൂ. കാരണം അങ്ങനെ സംസാരിച്ചിരിക്കും. മാമനും അതെ, മാമൻ്റെ മക്കളും മാമി എല്ലാവരും നമ്മളെല്ലാവരും ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. നല്ല രസമാണ്, നമ്മളെ വീട് പോലെ തന്നെയാണ് അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്തിട്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് വെറുതെ ടച്ച് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോസും ഒരു വീഡിയോ പോലും മിസ്സാവാതെ കിട്ടും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.